ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു മനസ്സോടെ ഈ പൂജയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മാത്രമേ അതിന് സാക്ഷിയായിട്ടുള്ളൂ. നമ്മുടെ ബന്ധത്തിന് സ്നേഹവും വിശ്വാസവും ഒക്കെ കൂടും. അതാണ് ഈ പൂജയുടെ ഏറ്റവും വലിയ ശക്തി. മോളെയും കൂടി കൊണ്ടുവരായിരുന്നു അല്ലേ? ഇപ്പൊ വെക്കേഷൻ അല്ലേ? പോകുന്ന വഴിക്ക് നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നെങ്കിലേ അവിടേക്കൊന്ന് കറങ്ങുകയും ചെയ്യായിരുന്നു. എന്താടോ ഇത്? എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നേ? ഞാനല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താൻ സത്യം പറയണം. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്ന മുതൽ ഞാൻ ആലോചിക്കുക, താനെന്താ എപ്പോഴും ഇങ്ങനെ ഡള്ളായിട്ട്? ഇവിടെ ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ വന്നിട്ടും തനിക്കൊരു മാറ്റമില്ലല്ലോ. എന്താണോ തനിക്ക് പറ്റിയത്? ഒന്നുമില്ല ഗൂഗിൾ. അത്രയും കഷ്ടപ്പെട്ട് ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും ഒന്നും നല്ല വഴിക്കായില്ലല്ലോ. എന്ന് ആര് പറഞ്ഞു? എടോ, ആർക്കെന്താ നല്ലതെന്ന് നമ്മളെയൊക്കെ കൂടുതൽ അറിയാവുന്നത് ദൈവങ്ങൾക്കല്ലേ? തന്റെ മനസ്സിനെ എന്തെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയാം. എന്തിനും ഏതിനും ഞാനുണ്ടാവും കൂട്ടിന്. ഗൂഗിള് പറയുന്ന പോലെ അത്ര പ്രശ്നമൊന്നുമില്ല. കുറെ നേരം യാത്ര ചെയ്ത് വന്നതിന്റെ ക്ഷീണമുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെന്താ താൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? എപ്പോ നോക്കിയാലും ഏതോ ആലോചന ഇങ്ങനെ ആണ്ട് നിൽക്കുന്നത് കാണാം. ഞാൻ എത്ര ആലോചിച്ചാലും ഏതുവരെയുള്ള കാര്യങ്ങൾ ആലോചിക്കും ഗൂഗിൾ. വളരെ കുറച്ച് ഓർമ്മകളല്ലേ എനിക്ക് ആലോചിക്കാനുള്ളൂ. ശരി, അമ്പലത്തില് പൂജയൊക്കെ തുടങ്ങി ആളും ബേളൊക്കെ ആവുന്നതിന് മുമ്പ് നമുക്ക് സാവധാനത്തിൽ പോയി തൊഴുത്തിട്ട് വരാം. തന്റെ മനസ്സും സ്വസ്ഥാവട്ടെ. വേഗം റെഡിയാവും.